+1 എക്കണോമിക്സിന്റെ ഇന്നത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. ഇന്ത്യൻ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഭാഗത്തെ മൂന്നാമത്തെ ചാപ്റ്റർ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. ഉദാരവൽക്കരണം, സ്വകാര്യവൽക്കരണം, ആഗോളവൽക്കരണം എന്ന് മലയാളത്തിൽ പറയും. പുതിയ സാമ്പത്തിക നയം അഥവാ ന്യൂ എക്കണോമിക് പോളിസി എന്നും ഇതറിയപ്പെടുന്നുണ്ട്. ഈ ചാപ്റ്ററിന്റെ ഒന്നാമത്തെ ഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അവസാനം വരെ കാണുകയും മനസ്സിലാക്കുകയും ആവശ്യമുള്ള നോട്ട്സ് കുറിച്ചെടുക്കുകയും ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ന്യൂ എക്കണോമിക് പോളിസി അഥവാ 1991 നടപ്പാക്കിയ പുതിയ സാമ്പത്തിക നയം, ഒന്നുകൂടി പറഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന നയം. ഈ നയത്തിലേക്ക് നയിച്ചത്, അതിലേക്ക് ലീഡ് ചെയ്തത് പ്രധാനമായിട്ടും 1991 ഉണ്ടായ പ്രതിസന്ധിയാണ്, ക്രൈസിസ് ആണ്. 1991 പ്രതിസന്ധിയാണ്. ഏതൊക്കെ തരത്തിലുള്ള പ്രതിസന്ധികളാണ് 1991 നമ്മൾ ഫേസ് ചെയ്തത്? അത് പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഇൻസ്റ്റെബിലിറ്റിയാണ്, അഥവാ ഭരണപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു സ്ഥിരതയില്ലായ്മയാണ്. അതാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം ഹൈക്ക് ഇൻ പെട്രോളിയം പ്രൈസ് ഡ്യൂ ടു ഗൾഫ് വാർ ഇൻ 1990. 1990 ഗൾഫ് യുദ്ധം മൂലം പെട്രോളിയം വില ക്രമാതീതമായിട്ട് വർദ്ധിച്ചു. ഇന്ത്യയിൽ പെട്രോളിയം വില വർദ്ധിച്ചതാണ് മറ്റൊരു ക്രൈസിസ്, മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത്. ഈ പെട്രോളിയം വിലയിലെ വർധനവ് മൂലം തന്നെ വലിയ തോതിലുള്ള ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടായി. എന്താ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ? ധനക്കമ്മി എന്ന് പറയും. വലിയ തോതിലുള്ള ധനക്കമ്മിയും കൂടി ഉണ്ടായി. മറ്റൊന്ന്, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുമ്പോൾ എന്താണ്? വിദേശ വിനിമയത്തിലൂടെ നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ആസ്തിയാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അത് കറൻസി ആയിട്ടും മറ്റു ആസ്തികളായിട്ടും റിസർവ് ബാങ്ക് കീപ്പ് ചെയ്യുന്നതാണ്. അത് വളരെയധികം, അതിന്റെ ശേഖരം, അതിന്റെ റിസർവ് വളരെയധികം കുറഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു ക്രൈസിസ്. മറ്റൊന്ന്, ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് ആണ്. നമ്മുടെ രാജ്യവും ലോകത്തെ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള കൈമാറ്റങ്ങളുടെ ഒരു ബാലൻസ് ആണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അത് മലയാളത്തിൽ പറയും അടവ് സിസ്റ്റം എന്ന് പറയും. ഈ അടവ് സിസ്റ്റത്തിലെ പ്രതിസന്ധിയാണ് മറ്റൊരു കാരണം. അപ്പോൾ അടവ് സിസ്റ്റത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി നേരിട്ടു. മറ്റൊന്ന്, ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് വേഴ്സൺ ദ സിറ്റുവേഷൻ. വിലക്കയറ്റത്തിൽ വലിയ സമ്മർദ്ദം ഉണ്ടാക്കി. എല്ലാ സാധനങ്ങൾക്കും വിലക്കയറ്റമുള്ള ഒരു അവസരമായിരുന്നു 1991 കാലഘട്ടം. അത് സിറ്റുവേഷൻ ഒന്നുകൂടി വഷളാക്കി. അപ്പോൾ 1990 വലിയ തോതിലുള്ള വിലക്കയറ്റവും പ്രതിസന്ധിക്ക് കാരണമായിട്ടുണ്ട്. മറ്റൊന്ന്, ഇൻഎഫിഷ്യന്റ് മാനേജ്മെന്റ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയെ കൈകാര്യം ചെയ്തത്, മാനേജ് ചെയ്തത് വളരെയധികം കാര്യക്ഷമമല്ലാത്ത രീതിയിലായിരുന്നു, മോശമായിട്ടുള്ള രീതിയിലായിരുന്നു. ഇതും 1991 പ്രതിസന്ധിയിലേക്ക് നയിച്ചു. ഈ പ്രതിസന്ധി മറികടക്കുന്നതിനായി ഇന്ത്യ വേൾഡ് ബാങ്കിനെയും ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് അഥവാ IMFനെയും സാമ്പത്തിക സഹായം ലഭിക്കുന്നതിന് സമീപിക്കുകയുണ്ടായി. ഇങ്ങനെ സാമ്പത്തിക സഹായമായിട്ട് ഇന്ത്യക്ക് $7 ബില്യൺ ലഭിച്ചു. പക്ഷെ ഈ $7 ബില്യൺ ലഭിക്കുന്നതിന് ചില കണ്ടീഷൻസ്, ചില വ്യവസ്ഥകൾ ഈ രണ്ട് സ്ഥാപനങ്ങളും ഇന്ത്യക്ക് മുമ്പിൽ വെച്ചു. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ ഇതായിരുന്നു, ഒന്നാമത്തെ വ്യവസ്ഥ ഇതായിരുന്നു: ലിബറലൈസ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായിട്ടും ഉദാരവൽക്കരിക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ, റിമൂവ് റെസ്ട്രിക്ഷൻസ് ഓൺ പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയ്ക്കുള്ള നിയന്ത്രണം പരമാവധി നീക്കം ചെയ്യുക. അതാണ് രണ്ടാമത്തെ വ്യവസ്ഥ വെച്ചത്. മൂന്നാമത്തെ വ്യവസ്ഥ, റിമൂവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. അന്താരാഷ്ട്ര വാണിജ്യത്തിന്റെ മേലുള്ള നിയന്ത്രണങ്ങളെല്ലാം നീക്കുക. അതാണ് മൂന്നാമത്തെ കണ്ടീഷൻ. നാലാമത്തെ കണ്ടീഷൻ, റിഡ്യൂസ് ദ റോൾ ഓഫ് ഗവൺമെന്റ് ഇൻ ഡിഫറെന്റ് സെക്ടേഴ്സ് ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ വിവിധ മേഖലകളുണ്ടല്ലോ, എല്ലാ മേഖലകളിലെയും സർക്കാരിന്റെ നിയന്ത്രണം, ഗവൺമെന്റിന്റെ നിയന്ത്രണം പരമാവധി കുറക്കണം. സർക്കാരിന്റെ റോള്, പങ്ക് അത് പരമാവധി കുറക്കണം. ഇതാണ് 4 കണ്ടീഷൻസ്. വേൾഡ് ബാങ്കും IMFും മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുതിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് 2 ഭാഗങ്ങളുള്ള പ്രോഗ്രാം അവതരിപ്പിച്ചു. അഥവാ ഗവൺമെന്റ് അവതരിപ്പിച്ചത് 2 പാർട്ട് പ്രോഗ്രാമാണ്. അതിൽ ഒന്നാമത്തത് സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ്, രണ്ടാമത്തത് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. സ്റ്റെബിലൈസേഷൻ മെഷേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരതവൽക്കരിക്കുന്നതിനുള്ള പരിപാടികൾ. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ
ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പരിപാടികൾ. അപ്പോൾ സ്റ്റെബിലൈസേഷൻ മെഷേഴ്സിന്റെ പ്രത്യേകത അത് ഷോർട്ട് ടേം പ്രോഗ്രാമുകളാണ്, അഥവാ ഹ്രസ്വകാല പരിപാടികളാണ്. ഹ്രസ്വകാലം പറഞ്ഞാൽ കുറഞ്ഞ കാലത്തേക്കുള്ള പ്രോഗ്രാമുകളാണ്. എന്താണ് അതുകൊണ്ട് ചെയ്യുന്നത്? ഇറ്റ് എയിം ടു കറക്റ്റ് എക്കണോമിക് ഇംബാലൻസസ് ലൈക്ക് ഫോറിൻ എക്സ്ചേഞ്ച് ക്രൈസിസ് ആൻഡ് ഇൻഫ്ലേഷൻ. വിലക്കയറ്റം പോലുള്ള, വിദേശ വിനിമയത്തിലുള്ള പ്രതിസന്ധി പോലുള്ള താൽക്കാലിക സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യതിചലനങ്ങളെ കറക്റ്റ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്യുക എന്നതാണ് പ്രധാനമായിട്ടും ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താൽക്കാലികമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയെ ഒന്ന് സുസ്ഥിരപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമാണ്. അത് ഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടുള്ള പ്രോഗ്രാമാണ്. ഇതൊരു ലോങ് ടേം പ്രോഗ്രാമാണ്. ഭാവിയിൽ ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കാൻ തക്കതായിട്ടുള്ള പരിപാടികളാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ലോങ് ടേം മെഷേഴ്സ് ടു ഇംപ്രൂവ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ദ എക്കോണമി. സമ്പദ് വ്യവസ്ഥയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ദീർഘകാല പരിപാടികളാണ് സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാം. ആദ്യത്തെ ഒരു പരിഷ്കാരത്തിലേക്ക് നമുക്ക് പോവാം. സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ആദ്യം നടപ്പാക്കിയ പരിപാടിയാണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണത്. എന്താണ് ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം? ലിബറലൈസേഷൻ മീൻസ് ലിബറേറ്റിംഗ് ദ എക്കോണമി ഫ്രം ഗവൺമെന്റ് റെസ്ട്രിക്ഷൻസ് ഓൺ ദ എക്കണോമിക് ഗ്രോത്ത്. ഇറ്റ് എയിം ടു റിമൂവ് ദ ഗവൺമെന്റ് റെഗുലേഷൻസ്. ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ സമ്പദ് വ്യവസ്ഥയെ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിൽ നിന്നും പരമാവധി മോചിപ്പിക്കുക, അല്ലെ? സാമ്പത്തിക വളർച്ചയ്ക്ക് തടസ്സമാകുന്ന ഗവൺമെന്റ് എല്ലാ നിയന്ത്രണങ്ങളും നീക്കുക എന്നതാണ് ലിബറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് എല്ലാ കൺട്രോളും ഒഴിവാക്കുക, പ്രധാനമായിട്ടും പ്രൈവറ്റ് സെക്ടറിന്റെയും മറ്റും മുകളിലുള്ള നിയന്ത്രണങ്ങൾ പൂർണ്ണമായിട്ടും എല്ലാ മേഖലയിലും അത് പരമാവധി കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുക എന്നതാണ് ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? നമുക്കറിയാലോ, നേരത്തെയുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു? വലിയ തോതിലുള്ള ലൈസൻസിങ് സമ്പ്രദായം ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് പ്രൈവറ്റ് മേഖലക്കൊന്നും കാര്യമായിട്ട് കടന്നു കയറാൻ കഴിഞ്ഞിരുന്നതില്ല. അതുപോലെ ഒരുപാട് മേഖലക്ക് റിസർവേഷൻ വെച്ചിരുന്നു. പൊതുമേഖലക്ക് മാത്രമായിട്ടുള്ള വ്യവസായങ്ങൾ, അതുപോലെ ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഗുഡ്സ്, ഇങ്ങനെയൊക്കെ കുറെ റിസർവേഷൻസ് ഉണ്ടായിരുന്നു. അതുപോലെ MRTP ആക്ട് പോലുള്ള മൊണോപ്പൊളി റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ആക്ട്, MRTP ആക്ട്, കുത്തക നിയന്ത്രണ നിയമം, അല്ലെ? അതാണ് കുത്തക നിയന്ത്രണ നിയമം. ഇങ്ങനെയുള്ള ആക്ടുകൾ, അതുപോലെ ഫെറ ആക്ട്, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് എന്ന് പറയും, അഥവാ വിദേശ വ്യാപാര വിനിമയ നിയന്ത്രണ നിയമം. ഇതൊക്കെ പ്രധാനമായിട്ടും സ്വകാര്യ മേഖലയെയും മറ്റും നിയന്ത്രിക്കുന്ന, അല്ലെങ്കിൽ വിദേശ വാണിജ്യത്തെയും മറ്റും നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ്. ഇത്തരം നിയമങ്ങളൊക്കെ പ്രധാനമായിട്ടും നമ്മുടെ നാട്ടിലേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരുന്നത് തടസ്സപ്പെടുത്തി. ലൈസൻസിങ് പ്രശ്നം, റിസർവേഷൻ മാറ്റിയത്, അതുപോലെ കുത്തക നിയന്ത്രണ നിയമം, വിദേശ വിനിമയ നിയമം, ഇതൊക്കെ രാജ്യത്തേക്ക് പുതിയ നിക്ഷേപങ്ങൾ വരുന്നതിന് തടസ്സമായി. ഇത്തരം നിയമങ്ങൾ നീക്കുക എന്നതാണ് പ്രധാനമായിട്ടും ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാരവൽക്കരണം പ്രധാനമായിട്ടും നടപ്പാക്കിയത് ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യവസായ മേഖലയിലാണ് ഒന്ന്. പിന്നെ ഫിനാൻഷ്യൽ സെക്ടർ അഥവാ ധനസംബന്ധമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള മേഖലകൾ നടപ്പാക്കി. പിന്നെ ടാക്സ് സെക്ടർ അഥവാ നികുതി സംബന്ധമായിട്ടുള്ള മേഖലകളും ഉദാരവൽക്കരണം വലിയ തോതിൽ നടപ്പാക്കി. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച്, വിദേശ വിനിമയത്തുമായി ബന്ധപ്പെട്ടും ലിബറലൈസേഷൻ അഥവാ ഉദാരവൽക്കരണം നടപ്പാക്കുകയുണ്ടായി. പിന്നെ ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, വ്യാപാര നിക്ഷേപ മേഖലയിലും ലിബറലൈസേഷൻ നടപ്പാക്കുകയുണ്ടായി. നമുക്ക് ഈ ഓരോന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്ക് അതിലേക്ക് പോകാം. ആദ്യം നമ്മൾ പരിശോധിക്കുന്നത് വ്യവസായ മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കാരങ്ങളാണ്, അഥവാ ഇൻഡസ്ട്രിയൽ സെക്ടർ റിഫോംസ്. അതിലൊന്നാമത്തത് ലൈസൻസിങ് അഥവാ ലൈസൻസിങ് നിർത്തലാക്കി. സ്വകാര്യ മേഖലയെ നിയന്ത്രിക്കാൻ വലിയ തോതിൽ ലൈസൻസിങ് ഏർപ്പെടുത്തിയിരുന്നു, അത് നിർത്തലാക്കി. മറ്റൊന്ന് റിസർവേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ടു പബ്ലിക് സെക്ടർ. പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് ചില വ്യവസായങ്ങൾ സംവരണം ചെയ്തിരുന്നു, അവയുടെ സംവരണം പിൻവലിച്ചു. ചില വ്യവസായങ്ങൾ പൊതുമേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റിവെച്ചിരുന്നു നമ്മൾ പഠിച്ചല്ലോ, അതൊഴിവാക്കി. റിസർവേഷൻ അഥവാ സംവരണം ഒഴിവാക്കി എന്നർത്ഥം. മറ്റൊന്ന് അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. MRTP പോലുള്ള ഫെറ പോലുള്ള കരി നിയമങ്ങളെ പൂർണ്ണമായിട്ടും ഭേദഗതി ചെയ്തു. അമെൻമെന്റ് എന്ന് പറഞ്ഞാൽ ഭേദഗതി ചെയ്തു. അമെൻമെന്റ് ഓഫ് MRTP ആൻഡ് ഫെറ. MRTP പോലുള്ള ഫെറ പോലുള്ള
കരി നിയമങ്ങളെ ഭേദഗതി ചെയ്തു. മറ്റൊന്ന് ഡീ റിസർവേഷൻ ഓഫ് ഗുഡ്സ് ഫോർ സ്മാൾ സ്കെയിൽ സെക്ടർ. ചെറുകിട മേഖലയ്ക്ക് മാത്രമായിട്ട്, ചെറുകിട വ്യവസായങ്ങൾക്ക് മാത്രമായിട്ട് നീക്കി വെച്ചിരുന്ന ഗുഡ്സ് ഉണ്ടായിരുന്നു. ചില വസ്തുക്കൾ അങ്ങനെയും മാറ്റി വെച്ചിരുന്നു. അതിന്റെ റിസർവേഷൻ ഒഴിവാക്കി, അതിന്റെ സംവരണം ഒഴിവാക്കി, ഡീ റിസർവ് ചെയ്തു നടത്താം. ചില വസ്തുക്കൾ സ്വകാര്യ മേഖലയ്ക്ക് മാത്രമായിട്ട് മാറ്റി വെച്ചിരുന്നത് ഡീ റിസർവ് ചെയ്തു, അഥവാ അതിന്റെ ആ സംവരണം അങ്ങോട്ട് ഒഴിവാക്കി. ഇനി ഫിനാൻഷ്യൽ സെക്ടറിലുള്ള പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നോക്കാം, അഥവാ ധനകാര്യ മേഖലയിലുള്ള പരിഷ്കാരങ്ങൾ. അതിൽ ഒന്നാമത്തത് ബാങ്ക് ബ്രാഞ്ച് ലൈസൻസിങ് ലിബറലൈസ്ഡ്. ബാങ്കുകൾക്ക് ബ്രാഞ്ച് അനുവദിക്കുന്നതിനുള്ള ലൈസൻസ് അത് ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു. ആവശ്യാനുസരണം ലൈസൻസ് കൊടുക്കുന്ന രീതി തുടങ്ങി, അല്ലെ? പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങുന്നതിന് ആവശ്യാനുസരണം ലൈസൻസ് നൽകുന്ന രീതിയിലേക്ക് മാറി നടത്താം. അതായത് ആ മേഖല ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു എന്നർത്ഥം. മറ്റൊന്ന് ഡെപ്പോസിറ്റ് ആൻഡ് ലെൻഡിങ് റേറ്റ് ഡീറെഗുലേറ്റഡ്. ഡെപ്പോസിറ്റ് റേറ്റ് നിക്ഷേപത്തിന്റെ മേലുള്ള പലിശ നിരക്ക്, ലെൻഡിങ് റേറ്റ് എന്ന് പറഞ്ഞാലോ കടം വാങ്ങുമ്പോൾ കൊടുക്കേണ്ട പലിശ നിരക്ക്, ഇതിന്റെ മേലൊക്കെയുള്ള സർക്കാരിന്റെ നിയന്ത്രണമൊക്കെ ഒഴിവാക്കി. ഡെപ്പോസിറ്റ് റേറ്റും അതുപോലെ ലെൻഡിങ് റേറ്റും ഇതൊക്കെ ഗവൺമെന്റ് കൺട്രോൾ ചെയ്തിരുന്നു, ആ നിയന്ത്രണമൊക്കെ ഒഴിവാക്കി, ഡീറെഗുലേറ്റ് ചെയ്തു. മറ്റൊന്ന് CRR ആൻഡ് SLR റിഡ്യൂസ്ഡ്. CRR, SLR ഇതൊക്കെ റിസർവ് ബാങ്കിന്റെ വിവിധ നിരക്കുകളാണ്, വിവിധ റേറ്റുകളാണ്. അപ്പോൾ CRR, SLR ഒക്കെ അടുത്ത ക്ലാസ്സിൽ സെക്കൻഡ് ഇയറിൽ നന്നായിട്ട് പഠിക്കാനുണ്ട്. ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. എന്തായാലും റിസർവ് ബാങ്കിന്റെ വിവിധ നിരക്കുകളാണ്. ഇതൊക്കെ എന്ത് ചെയ്തു? റിഡ്യൂസ് ചെയ്തു, കുറച്ചു കൊണ്ടുവന്നു. മറ്റൊന്ന് ന്യൂ ജനറേഷൻ ബാങ്ക്സ് ലൈക്ക് ICICI, HDFC, HSBC, ആക്സിസ് ബാങ്ക് തുടങ്ങിയവയ്ക്ക് എന്ത് ചെയ്തു? അലോ ചെയ്തു. പുതുപുത്തൻ പുതുതലമുറ ബാങ്കുകളെ അനുവദിച്ചു, അല്ലെ? നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ HDFC ബാങ്ക് പ്രൈവറ്റ് ബാങ്കാണ്, ICICI പ്രൈവറ്റ് ബാങ്കാണ്, ആക്സിസ് ബാങ്ക് പ്രൈവറ്റ് ആണ്, HSBC പ്രൈവറ്റ് ആണ്. ഇങ്ങനെ സ്വകാര്യ മേഖലയിലെ ബാങ്കുകൾക്ക് പ്രവർത്തനാനുമതി നൽകി എന്നുള്ളതാണ് മറ്റൊരു കാര്യം. മറ്റൊന്ന് ഇൻഷുറൻസ് സെക്ടർ വേർ അലൗഡ് ടു ദ പ്രൈവറ്റ് സെക്ടർ. സ്വകാര്യ മേഖലയിലേക്ക് ഇൻഷുറൻസ് സെക്ടറിലേക്ക് പ്രവേശനം അനുവദിച്ചു, അഥവാ സ്വകാര്യ മേഖലയെ ഇൻഷുറൻസ് മേഖലയിലേക്ക് വരാൻ അനുവദിച്ചു. മുമ്പ് പൊതുമേഖലയ്ക്ക് മാത്രമായിരുന്നു ഇൻഷുറൻസ് സെക്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റിയിരുന്നത്, LIC പോലുള്ള സ്ഥാപനങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ സ്വകാര്യ മേഖലയ്ക്കും ഇൻഷുറൻസ് മേഖലയിലേക്ക് വരാവുന്ന രീതിയിലേക്ക് മാറി. മറ്റൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് ലിബറലൈസ്ഡ്, അല്ലെ? ക്യാപിറ്റൽ മാർക്കറ്റ് ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു. ഷെയർ മാർക്കറ്റ് പോലുള്ള മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് ഇതൊക്കെ അടങ്ങിയാണ് ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്ന. അതിന്റെ നിയമങ്ങളും മറ്റും ഒന്നുകൂടി ഉദാരവൽക്കരിച്ചു. ഇതാണ് ഫിനാൻഷ്യൽ സെക്ടർ ഉണ്ടായ മാറ്റം എന്ന് പറയുന്നത്. ഇനി നികുതി പരിഷ്കാരങ്ങൾ ഒന്ന് പരിശോധിക്കാം. ടാക്സ് മേഖലയിലെ പരിഷ്കാരങ്ങൾ, ടാക്സ് റിഫോംസ്, അല്ലെ? അതിൽ ഒന്നാമത്തത് റിഡക്ഷൻ ഇൻ പേഴ്സണൽ ഇൻകം ടാക്സ്. വരുമാന നികുതിയിൽ കുറവ് വരുത്തി, അതാണ് ഒന്നാമത്തത്. വരുമാന നികുതി കുറച്ചു. രണ്ടാമത്തത് റിഡക്ഷൻ ഇൻ കോർപ്പറേഷൻ ടാക്സ്, കോർപ്പറേഷൻ ടാക്സ് കുറച്ചു. മൂന്നാമത് എക്സൈസ് ഡ്യൂട്ടി കുറച്ചു, റിഡക്ഷൻ ഇൻ എക്സൈസ് ഡ്യൂട്ടി. നാലാമത്തത് റിഡക്ഷൻ ഇൻ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ഡ്യൂട്ടിയും കുറച്ചു. ഏറ്റവും അവസാനമായിട്ട് സംഭവിച്ച മറ്റൊരു പരിഷ്കാരമാണ് ഇൻട്രൊഡക്ഷൻ ഓഫ് GST. രാജ്യത്ത് GST നടപ്പാക്കി. 2017 ജൂലൈയിൽ GST നിലവിൽ വന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, അല്ലേ? അപ്പോൾ പേഴ്സണൽ ഇൻകം ടാക്സും അതുപോലെ തന്നെ കോർപ്പറേഷൻ ടാക്സും എക്സൈസ് ഡ്യൂട്ടിയും കസ്റ്റംസ് ഡ്യൂട്ടിയും എല്ലാം കുറച്ചു. GST ഇന്ത്യയിൽ ഈ അടുത്ത കാലത്തായിട്ട് നടപ്പാക്കുകയുണ്ടായി. അതൊക്കെ സാമ്പത്തിക നികുതി മേഖലയിലുള്ള പരിഷ്കാരങ്ങളാണ്, അല്ലേ? ടാക്സിനെയും അതുപോലെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചറിനെയും പബ്ലിക് ഡെപ്റ്റിനെയും, അല്ലെ, പൊതുചെലവിനെയും പൊതുകടത്തെയും നികുതിയെയും നിയന്ത്രിച്ചുകൊണ്ട് ഗവൺമെന്റിന് ചില നയങ്ങളുണ്ട്. ആ നയങ്ങളെ പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? നികുതി, പൊതുചെലവ്, പൊതുകടം ഇവയെ നിയന്ത്രിച്ചുകൊണ്ടുള്ള, അവ കൂട്ടിയും കുറച്ചുകൊണ്ടുള്ള ഗവൺമെന്റിന്റെ നയങ്ങൾക്ക് പറയുന്ന പേരാണ് ഫിസ്ക്കൽ പോളിസി അഥവാ ധനനയം എന്ന് പറയുന്നത്. ഈ ടാക്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ടാക്സ് രണ്ട് തരത്തിലുള്ള ടാക്സ് ഉണ്ട്, നികുതി രണ്ട് തരത്തിലുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി, രണ്ട് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. ഡയറക്റ്റ് ടാക്സ് വളരെ ഈസിയാണ്, നമുക്ക് നേരിട്ട് അടക്കുന്ന ടാക്സ് ആണ്. ടാക്സ് പെയ്ഡ് ഡയറക്റ്റ്ലി ടു ദ ഗവൺമെന്റ്. ഗവൺമെന്റ് നേരിട്ട് അടക്കുന്ന ടാക്സ് ആണ്, വ്യക്തി അറിയുന്ന ടാക്സ് ആണത്, അല്ലെ? ഇൻകം ടാക്സ്, വരുമാന നികുതി, അതുപോലെ വെൽത്ത് ടാക്സ്, സ്വത്ത് നികുതി തുടങ്ങിയവയൊക്കെ ഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. ഇൻഡയറക്റ്റ് ടാക്സ് ശരിക്ക് ചുമത്തപ്പെടുന്ന ഒരു വ്യക്തിയിലും അടക്കുന്നത് വേറെ വ്യക്തിയായിരിക്കും, അല്ലെ? ഇപ്പൊ സാധനങ്ങളുടെ മേലൊക്കെ ചുമത്തുന്ന നികുതി അതുണ്ടാക്കുന്ന ആളല്ല ടാക്സ് അടക്കുന്നത്, പക്ഷെ അത് വാങ്ങുന്ന ആളാണ്, അല്ലെ? അപ്പോൾ ടാക്സ് ശരിക്ക് യഥാർത്ഥത്തിൽ ആരിലാണ് ചുമത്തപ്പെടുന്നത് അയാളല്ല അടക്കുന്നത്, വേറൊരാളാണ് ടാക്സ് അടക്കുന്നത്. ശരിക്ക് ടാക്സ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് അടക്കുന്ന ടാക്സ് ആണ് ശരിക്ക് പരോക്ഷ നികുതി. അടക്കുന്ന ആൾ ശരിക്കും ആ ടാക്സ് കൊടുത്തതായിട്ട് അറിയണമെന്നില്ല.
അങ്ങനെ അടക്കുന്ന ആൾ നേരിട്ട് അടക്കണമെന്നില്ല. അങ്ങനത്തെ ടാക്സ് ആണ് ശരിക്ക് ഇൻഡയറക്റ്റ് ടാക്സ്. പ്രധാനമായിട്ടും പിന്നെ സെയിൽസ് ടാക്സ് അതിന് ഉദാഹരണമാണ്. സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പോൾ അത്തരം ടാക്സ്, സെയിൽസ് ടാക്സ് അതിനൊരു ഉദാഹരണമാണ്. എക്സൈസ് ഡ്യൂട്ടി ഒരു ഉദാഹരണമാണ്. ഇതൊക്കെ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. എക്സൈസ് ഡ്യൂട്ടി, അതുപോലെ സെയിൽസ് ടാക്സ് തുടങ്ങിയവയ്ക്ക് നമ്മളെ ഇൻഡയറക്റ്റ് ടാക്സിന് ഉദാഹരണങ്ങളാണ്. ഇനി നമുക്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിഫോംസ് അഥവാ വിദേശ വിനിമയ പരിഷ്കാരങ്ങൾ, ഇതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇതിനകത്ത് ഒന്നാമതായിട്ട് ചെയ്തത്, ഇൻ 1991 റൂപ്പി വാസ് ഡിവാല്യൂഡ്. ഇന്ത്യൻ കറൻസി 1991 ഡീവാല്യൂഡ് ചെയ്തു. എന്താ ഡീവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് ദ റിഡക്ഷൻ ഇൻ ദ വാല്യൂ ഓഫ് ഡൊമസ്റ്റിക് കറൻസി വിത്ത് റെസ്പെക്ട് ടു ദ ഫോറിൻ കറൻസി. വിദേശ കറൻസിയുമായിട്ട് കമ്പയർ ചെയ്ത് നമ്മുടെ കറൻസിയുടെ, നമ്മുടെ രൂപയുടെ മൂല്യം കുറക്കുന്നതിന് പറയുന്ന പേരാണ് ഡീവാല്യൂഷൻ, അല്ലേ? അപ്പോൾ നമ്മുടെ ആഭ്യന്തര കറൻസിയുടെ അഥവാ ഇന്ത്യയുടെ കറൻസിയുടെ മൂല്യം ബോധപൂർവം 1991 കുറച്ചു. അതാണ് ചെയ്തത്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യ ഫോളോഡ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ടിൽ 1991. ദിസ് വാസ് റീപ്ലേസ്ഡ് ബൈ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അല്ലെ? 1991 വരെ നമ്മൾ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ആയിരുന്നു ഫോളോ ചെയ്തിരുന്നത്, പിന്തുടർന്നിരുന്നത്. ഇപ്പൊ നമ്മൾ 1991 ശേഷം ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം നടപ്പാക്കി. അപ്പൊ എന്താണ് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്താണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ? എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ദ റേറ്റ് അറ്റ് വിച്ച് വൺ കറൻസി എക്സ്ചേഞ്ച്ഡ് ഫോർ അനദർ. ഒരു കറൻസി മറ്റൊരു കറൻസിക്ക് കൈമാറുന്നൊരു നിരക്കുണ്ടല്ലോ, അല്ലെ? ഇപ്പൊ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ $1 വാങ്ങണമെങ്കിൽ നമ്മൾ 70 അല്ലെങ്കിൽ 73 ഇന്ത്യൻ രൂപ കൊടുക്കണം. അപ്പോൾ $1 എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് 73 ഇന്ത്യൻ രൂപയാണ്. അഥവാ ഒരു കറൻസി വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കേണ്ട വില തന്നെയാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഈ എക്സ്ചേഞ്ച് റേറ്റ് രണ്ട് രീതിയിൽ നിശ്ചയിക്കാൻ പറ്റും. ഒന്ന് ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ്, മറ്റൊന്ന് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ ആ രാജ്യം നിശ്ചയിക്കുന്ന അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് നിശ്ചയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ്, അതിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അങ്ങനെയല്ല. ഒരു രാജ്യത്തിന്റെ വിദേശ വിനിമയത്തിന്റെ ഡിമാൻഡും അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു നിശ്ചയിക്കുന്ന വിനിമയ നിരക്കാണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. അത് ആരും നിശ്ചയിക്കുന്നതല്ല, അത് വിദേശ വിനിമയത്തിന്റെ ഡിമാൻഡ്, അതിന്റെ സപ്ലൈ, ഇതൊക്കെ നോക്കിയിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചയിക്കപ്പെടുന്നതാണ്. മാർക്കറ്റ് നിശ്ചയിക്കുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ്. ഗവൺമെന്റോ അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കോ ഇവരൊന്നല്ല നിശ്ചയിക്കുന്ന ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്. ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചയിക്കപ്പെടുന്ന എക്സ്ചേഞ്ച് റേറ്റ് ആണ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, അഥവാ അയവുള്ള വിനിമയ നിരക്ക്. ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റിന്റെ മലയാളം എന്താണ്? സ്ഥിര വിനിമയ നിരക്ക്. ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് അയവുള്ള വിനിമയ നിരക്ക്. അപ്പൊ ഫിക്സ്ഡ് എക്സ്ചേഞ്ച് റേറ്റ് ഗവൺമെന്റ് നിശ്ചയിക്കുന്നതാണ്, അയവുള്ള വിനിമയ നിരക്ക് മാർക്കറ്റ് നിശ്ചയിക്കുന്നതാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നിശ്ചയിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇപ്പോൾ ഉള്ളത് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം അഥവാ അയവുള്ള എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റമാണ് നടപ്പാക്കിയത്. അത് 1991 പരിഷ്കാരങ്ങളുടെ ഒരു ഫലം കൂടിയാണ്. ഇനി ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് റിഫോംസ്, വ്യാപാര നിക്ഷേപ മേഖലയിലെ പരിഷ്കാരങ്ങൾ. ഈ മേഖലയിലെ പരിഷ്കാരം കൂടി പരിശോധിച്ചുകൊണ്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് ചെയ്ത പരിഷ്കാരം, ഈ മേഖലയിൽ ചെയ്ത പരിഷ്കാരം, ഇമ്പോർട്ട് ലിബറലൈസ്ഡ്, ഇറക്കുമതി ഉദാരവൽക്കരിച്ചു. അഥവാ ഇറക്കുമതിക്ക് മേലുള്ള നിയന്ത്രണം കുറച്ചു നടത്തും. സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ നിയന്ത്രണം കുറച്ചു. മറ്റൊന്ന് കോട്ട റിമൂവ്ഡ്. കോട്ട എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കഴിഞ്ഞ ചാപ്റ്ററിൽ കേട്ടിട്ടുണ്ടാവും. ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് അളവ് നിശ്ചയിക്കുന്നതിനാണ് കോട്ട എന്ന് പറയുക. ഈ കോട്ട പറ്റെ ഒഴിവാക്കി, പൂർണ്ണമായിട്ടും ഒഴിവാക്കി. മറ്റൊന്ന് ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ്ഡ്, ഇറക്കുമതി ചുങ്കം അത് കുറച്ചു, ഇറക്കുമതി നികുതി കുറച്ചു. അതാണ് മറ്റൊന്ന്. അടുത്തതൊന്ന് ഇമ്പോർട്ട് ലൈസൻസിങ് അബോളിഷ്ഡ്, ഇറക്കുമതിക്ക് ലൈസൻസ് ഏർപ്പെടുത്തിയിരുന്ന മുമ്പ് ആ സിസ്റ്റം തന്നെ അങ്ങോട്ട് ഒഴിവാക്കി. എക്സ്പോർട്ട് ഡ്യൂട്ടീസ് റിമൂവ്ഡ്, കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഒരുപാട് ചുങ്കം ഏർപ്പെടുത്തിയിരുന്നു, നികുതി ഏർപ്പെടുത്തിയിരുന്നു, അതും റിമൂവ് ചെയ്തു. ഇപ്പൊ എന്തൊക്കെ പഠിച്ചത്? ഇമ്പോർട്ട് ഉദാരവൽക്കരിച്ചു, കോട്ട ഒഴിവാക്കി, ഇമ്പോർട്ട് ഡ്യൂട്ടീസ് റെഡ്യൂസ് ചെയ്തു, ഇറക്കുമതി ചുങ്കം കുറച്ചു, ഇറക്കുമതി നികുതി കുറച്ചു. ഇമ്പോർട്ട് ലൈസൻസിങ് ഒഴിവാക്കി, ഇറക്കുമതി നികുതി അതും ഒഴിവാക്കി. ഇങ്ങനെയുള്ള കുറേ പരിഷ്കാരങ്ങൾ പ്രധാനമായിട്ടും ട്രേഡ് മേഖലയിൽ, വാണിജ്യ മേഖലയിലും അതുപോലെ തന്നെ നിക്ഷേപ മേഖലയിലും നടപ്പാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലിബറലൈസേഷൻ എന്നുള്ള ഭാഗം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഈ ക്ലാസ് ഇതോടുകൂടി അവസാനിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് വളരെ വൈകാതെ തന്നെ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്.